നേമത്ത് തെരഞ്ഞെടുപ്പിന് നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ തൊഴിൽ വകുപ്പിൽ നിന്ന് എന്ന പരാതിയുമായി ബിജെപി 90ഓളം ഉദ്യോഗസ്ഥരെ തൊഴിൽ വകുപ്പിൽ നിന്ന് നിയോഗിച്ചുവെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റിനു, എന്താണ് ബിജെപിയുടെ ഈ പരാതി? അമൃത, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ തിരുവനന്തപുരത്തെ നേമം മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് തുടക്കമിട്ടത്. ഇപ്പോഴും ആ വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇപ്പോൾ മന്ത്രി, അതായത് നിലവിലെ മന്ത്രി കൂടിയായിരുന്ന LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിക്കെതിരെ 2 പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ മന്ത്രിയുടെ ലെറ്റർ പാഡിൽ വോട്ടർമാരുടെ പിന്തുണ അഭ്യർത്ഥിച്ച് കത്ത് നൽകി എന്നുള്ളതാണ് ആദ്യത്തെ പരാതിയെങ്കിൽ, രണ്ടാമത്തെ ഒരു പുതിയ വിവാദത്തിന് കൂടി വഴിവെച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വകുപ്പിൽ, അതായത് തൊഴിൽ വകുപ്പിൽ നിന്നാണ് എന്നുള്ളതാണ് ബിജെപിയുടെ ആരോപണം. 90ഓളം ഉദ്യോഗസ്ഥരെയാണ് തൊഴിൽ വകുപ്പിൽ നിന്ന് നേമം മണ്ഡലത്തിൽ മാത്രം വിവിധ ഡ്യൂട്ടികൾക്കായി നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്ന് രാവിലെ പത്രസമ്മേളനത്തിൽ ഈ NDA സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ആരോപണമായി ഉന്നയിച്ചത്. അതിനുശേഷം BJP കമ്മീഷൻ, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചട്ടലംഘനമാണ് എന്ന് കാട്ടിയാണ് ഇത് ദുരുദ്ദേശത്തോടു കൂടിയാണ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നതുമാണ് ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.